ഇന്ന് വന്ന ആനക്കൂട്ടമാണ്. ഇത്രയും ദിവസം ഒന്നും രണ്ടും ആനയൊക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങളും വലുതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഒരു 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആനയുടെ സൗണ്ട് കേട്ടിട്ട് ചെന്ന് നോക്കിയപ്പോൾ ആദ്യം 3 ആനയാണ് കണ്ടത്. അതിൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ആന പോകുന്നില്ലായിരുന്നു. ലൈറ്റൊക്കെ അടിച്ചിട്ടും ആന അങ്ങോട്ട് മാറി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ 3ഉം 4ഉം ആനയൊക്കെ കണ്ടു. അപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ്, ഈ സൈഡിലും അപ്പുറ സൈഡിലും ആന നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ആന ചക്ക നോക്കി ഇപ്പുറത്തെ സൈഡിൽ വന്നു. അപ്പോൾ താഴെ വീണ്ടും 2-3 ആന നിൽക്കുവാണ്. അപ്പോൾ ലൈറ്റ് അടിച്ചപ്പോൾ ആന അങ്ങോട്ട് മാറി. അപ്പോൾ എന്തായാലും RRT വിളിച്ചു. അവർ വന്നു. അവർ വന്നിട്ട് അവരുടെ ലൈറ്റ് വെച്ച് അടിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് ഭീകരാവസ്ഥ. എന്നുവെച്ചാൽ 4 സൈഡിലും ആനയായിരുന്നു. എനിക്ക് തോന്നുന്നത് 7-8 ആന ഉണ്ടായിരുന്നു. ഒരു കൂട്ടം ആന ആയിരുന്നു. ആ സൈഡിലും ഈ സൈഡിലുമായിട്ട് മൊത്തം ഒരു 7-8 ആന വന്ന് നിൽക്കുമായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ആനകളെ കാണുന്നത് ഇവിടെ. ആദ്യമായിട്ടാണ് ഇത്രയും ആന ഒരുമിച്ച് വരുന്നത്. മൂന്നൊന്നും അല്ലടെ, ഒരുപാടുണ്ട്. 2 കുട്ടിയുണ്ട്. 2 കുട്ടിയുണ്ട്. 2 കുട്ടി. കുറെ ഉണ്ടോ ഇവിടെ? 3-4 ഒക്കെ ഉണ്ട്. ഒരുപാടുണ്ട്. ഇവിടെ തന്നെ 4 എണ്ണം ഉണ്ട്. 2 കുട്ടിയുണ്ട്. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല. പടക്കമൊക്കെ പൊട്ടിച്ചപ്പോൾ പതുക്കെ കുഞ്ഞിനെ കൊണ്ട് ആന തിരിച്ച് കാട്ടിലേക്ക് തന്നെ നടന്നു പോയി. അടിച്ചാണ്ട് അവിടെ അടിച്ചാണ്. അപ്പോൾ 2 സൈഡിലും നിന്ന് ആനകൾ പതുക്കെ മാറി അങ്ങോട്ട്. അതോ പോകുന്നേ ഉള്ളൂ. വിളിയൊക്കെ വിളിച്ചിട്ടാണ് കയറി പോയത്. പതുക്കെ കയറി പോകുന്നുണ്ട്. ഇനിയും വരുമെന്ന് അറിയത്തില്ല. അത് അവിടെ നിൽക്കും. ആ സൈഡിൽ നിൽക്കും. കയറി കാണൂല. അത് തോട്ടി ഇറങ്ങി അങ്ങ് പോവും. അപ്പുറത്ത് കയറും. അവിടെ അതാണ് അതിന്റെ പോകുന്ന വഴി. അതിലേ പോയാണ് ആ തോട്ടിൽ കയറി പോകാൻ. അപ്പോൾ എല്ലാ ആനകളെയും തിരിച്ച് കാട്ടിലോട്ട് കയറ്റി വിട്ടിട്ട് അവർ തിരിച്ച് പോവുകയാണ്. ഇനി വരില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ ആനേനെ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ ആനേനെ നമ്മൾ അടുത്ത വീട്ടിനടുത്ത് കാണുന്നത്.